എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ നടൻ സലീം കുമാർ അന്തരിച്ചു. അദ്ദേഹം രോഗിയായിരുന്നു എങ്കിലും ഇത്ര വേഗം നമ്മെ വിട്ടു പിരിയുമെന്ന് നാം ചിന്തിച്ചതല്ല. എന്തായാലും അദ്ദേഹം കാലത്തിൻ്റെ ആഴ്ത്തറയിലേക്ക് യാത്രയായി. ഒരിക്കലും മലയാളികളായ ആർക്കും തന്നെ ആ കലാകാരനെ മറക്കാൻ പറ്റില്ല. അദ്ദേഹം എന്നും ആകാശത്ത് ഒരു ധ്രുവ നക്ഷത്രത്തെപ്പോലെ പ്രകാശിക്കൊണ്ടേയിരിക്കും. അദ്ദേഹം മറയില്ല. ചില കാർമേഘങ്ങൾ മറച്ചാലും കാർമേഘങ്ങൾ പോയി മറയുമ്പോൾ സലീം കുമാർ എന്ന ധ്രുവ നക്ഷത്രം അവിടെ തന്നെ ഉണ്ടാകും. വളരെ സ്വാഭാവികതയുള്ളൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഏതാണ്ട് സ്വാഭാവികമായ ഒരു ജീവിത ശൈലിയാണ്. ആരെയും കണ്ട് സ്നേഹത്തോടെ പറയേണ്ടത് വെട്ടി തുറന്നു പറയുന്ന ഒരു മനസ്സിൻ്റെ ഉടമ. എത്രയോ പടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം നാം കണ്ടതാണ്. നിഷ്കളങ്കമായ ചിരി, നിഷ്കളങ്കമായ തമാശ, ഇതെല്ലാം മനസ്സിന് കുളിർമ നൽകിയതായിരുന്നു. ഇനി അദ്ദേഹം എന്നും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭാവവും ഭാവനയും അദ്ദേഹത്തിൻ്റെ വർത്തമാനവും ഒക്കെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടും. കാലം അങ്ങനെയാണ്. കാലം നമ്മളിൽ നിന്നും എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകും. ബട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയും ഈശ്വരൻ എന്ന മഹാപ്രപഞ്ച ശക്തി അവരുടെ ഓർമ്മകൾ നമ്മിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് അവരെ ആ ജഗദീശ്വരൻ്റെ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോരുന്നത്. എന്തായിരുന്നാലും സലീം കുമാർ യാത്രയായി. ദുഃഖമുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ദുഃഖത്തിലുപരി അദ്ദേഹം നമുക്ക് തന്നുപോയ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ, അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. നാം പലപ്പോഴും കേൾക്കുന്നതും കാണുന്നതും അപ്രതീക്ഷിതമായ ഓരോന്നുമായിരിക്കും. ഇതും നമ്മൾ ഇത്ര വേഗം പ്രതീക്ഷിച്ചതല്ലായിരുന്നു. പക്ഷേ പ്രതീക്ഷയെ തകർത്തുകൊണ്ട് അത് സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ആ അഭിനയം നമുക്ക് അഭിനയമായി അല്ല തോന്നിയിരുന്നത്. പല അദ്ദേഹത്തിൻ്റെ അഭിനയങ്ങളും നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിത ശൈലിയോട് വളരെ അടുപ്പമുള്ള ബന്ധമുള്ള രീതിയിലായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കലാകാരൻ എന്നതിലും അപ്പുറം അദ്ദേഹത്തിൻ്റേതായ ജീവിതശൈലികളും അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലികളും ഒക്കെ കോർത്തിണക്കി ആരാധകരിലേക്ക്, സദസ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഉടമയായിരുന്നു അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ഒന്നുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് എന്താണോ നാം അറിയേണ്ടത് അദ്ദേഹമെല്ലാം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അഭിനയത്തിലൂടെ, സംസാരശൈലിയിലൂടെ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ അദ്ദേഹം എന്താണെന്ന് ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി മാത്രമാണ്, അതിനുശേഷം മാത്രമാണ് അദ്ദേഹം നമ്മെ വിട്ടു യാത്ര പറഞ്ഞത്. ഇന്നത്തെ ജനറേഷന് അത്ര പരിചയമില്ലെങ്കിലും ഇന്നലകളിലെ ജനറേഷനും ഇന്നലത്തെ സമൂഹത്തിനും സലീം കുമാർ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അദ്ദേഹം ഇനി വസിക്കുന്നത് തിക്കൃഷി സുകുമാരൻ നായരോടൊപ്പവും നമ്മുടെ നിത്യഹരിത നായകൻ പ്രേമനസിനോടൊപ്പവും
സത്യം മാസ്റ്ററോടൊപ്പവും കൊട്ടാരക്കരയോടൊപ്പവും ഒടുവിൽ ഉണ്ണികൃഷ്ണനോടൊപ്പവും തിലകനോടൊപ്പവും ഉമ്മറിനോടൊപ്പവും അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ, അവരോടൊപ്പം അദ്ദേഹം ഇനി ജീവിക്കും. അവർ ആകാശത്തിരുന്ന് ഇനിയും പലതും നമ്മുടെ മനുഷ്യ മനസ്സിലേക്ക് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നമുക്ക് നേരണം. ഒപ്പം നാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിനും ആ നഷ്ടത്തെ അതിജീവിക്കാനുള്ളൊരു ശക്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. സലിം കുമാർ ഇനി എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. മുകൾ ആകാശത്ത് നമ്മൾ മൺമറഞ്ഞു പോയ കലാകാരന്മാർ, അന്ന് അവിടെ മുരളിയുമുണ്ട്, നമ്മുടെ കൊടിയേറ്റം ഗോപി അദ്ദേഹമുണ്ട്, ഒക്കെ എല്ലാ കഥാപാത്രവും മറന്നുപോയി, മാള അദ്ദേഹവും ഉണ്ട്. എല്ലാവരുടെയും ഒരു ഗ്രൂപ്പിൽ അദ്ദേഹവും ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും നിത്യശാന്തി നേരാം. ഒരിക്കൽ കൂടി സലിം കുമാറിൻ്റെ ആത്മശാന്തിക്കും ആ കുടുംബത്തിൽ അവർക്കുണ്ടായ ദുഃഖത്തിലും നമുക്ക് പങ്കുചേരാം. വീണ്ടും വീണ്ടും നമുക്ക് അദ്ദേഹത്തെ ഓർക്കാനുള്ള മനസ്സിൻ്റെ ഉടമകളായിരിക്കണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. പ്രണാമം, പ്രണാമം, പ്രണാമം. സലിം കുമാർ.